സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടരുകയാണ്. ഇ.പി. ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, ഈ ഭിന്നതകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു മറുചേരി രൂപപ്പെടുന്നു എന്ന ചർച്ചകൾക്കിടയിൽ ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളെന്ന് വിശദീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ യോഗം നിർണായകമാണ്. ഈ ചേരിക്ക് രൂപപ്പെടുന്ന മറുഭാഗത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ ചിലരുടെ ഒരു പിന്തുണ കൂടിയുണ്ട് എന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ഈ യോഗം ചേരുന്നത് എന്നതും നിർണായകമാണല്ലേ? വിനീത, ഏറെ നിർണായകമായ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഇ.പി. കഴിഞ്ഞ കുറേ ദിവസങ്ങളെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് എതിരായ നിലപാടാണ് എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിഴിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞ അദാനിയുമായി ബന്ധപ്പെട്ട് ഈ ഓഹരി കൈമാറ്റത്തെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CPI രംഗത്തേക്ക് വന്നത്. അതിന് പിന്നാലെ തികച്ചും വിഭിന്നമായിരുന്നു ഈ കാര്യത്തിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത്. അഴിമതി ആരോപണം താൻ ഉന്നയിക്കുന്നില്ല. അഴിമതി ആരോപണം ഉന്നയിച്ച ആളുകൾ ഇതിൽ മറുപടിയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഹാജരാക്കട്ടെ എന്ന നിലപാട് EP എടുത്ത നേതൃത്വത്തെ വലിയ രീതിയിൽ തന്നെ വെട്ടിലാക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ നിലപാട് മാറ്റം എല്ലാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ യോഗത്തിൽ EP പങ്കെടുത്ത ഒരു പക്ഷേ EP ഇക്കാര്യത്തിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പല ഘട്ടങ്ങളിലും കഴിഞ്ഞ് കുറേ നാളെ EP പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സാഹചര്യം അടക്കം ഉണ്ട് എന്നും എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP മാറ്റിയ ഘട്ടം മുതൽ തന്നെ EP വലിയ അസ്വസ്ഥനാണ് എന്നും യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും ഇന്നിപ്പോൾ അതേ യോഗത്തിൽ പങ്കെടുക്കാതെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച CC ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള തിരുത്തൽ ആവശ്യമായ നടപടികൾ, അതോടൊപ്പം തന്നെ നേരത്തെ PBI സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ ഈ പറഞ്ഞ റിപ്പോർട്ടിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വിശദമായ ചർച്ചകളിലേക്ക് പോകാൻ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ EP കൂടി പങ്കെടുക്കാതിരിക്കുന്നത്. വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ചർച്ചയുണ്ട്. 3 ദിവസ യോഗമാണ് ചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കെതിരെ ഉയരാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. നോക്കൂ, CV ധൻരാജ് രക്തസാക്ഷിത്വ ദിന അനുസ്മരണമാണ്